നയൻറ്റാണെന്ന് മോഹന്റെ കത്തുണ്ട്. ആ മോഹന്റെ കാര്യം ഞാൻ ഇപ്പൊ ഓർമ്മിച്ചതേ ഉള്ളൂ. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇതാ വായിച്ചു നോക്ക്. വായിച്ചു തീർന്നില്ലേ? അവിടുത്തെ കാര്യങ്ങൾ വല്ലതും അവനിതിൽ എഴുതുന്നു. പഠിത്തം ഭംഗിയായി നടക്കുന്നു, പണം അയക്കണം, തീർന്നു. ഇരിക്കൂ ശിശുപാല. ഭംഗിയായി പഠിക്കുന്നുണ്ടെന്ന് എല്ലാ കത്തിലും എഴുതുന്നുണ്ട്. സത്യമാണ് ആവും. ഇതാ കണ്ടില്ലേ ഒരുത്തൻ. പഠിച്ചാൽ അവന് കൊള്ളാം. അങ്ങനെ പറഞ്ഞു ഒഴിയാനൊക്കുന്നു? സ്വന്തം അനുജനല്ലേ മോഹന്റെ അച്ഛനും അമ്മയും. നമ്മളാണെന്നല്ലേ മോഹനും മറ്റുള്ളവരൊക്കെ പറയാറുള്ളത്. അതൊക്കെ ശരിയാണ്. അവൻ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള പ്രായം അവനില്ലേ? എന്നാലും അനിയൻ എങ്ങനെയൊക്കെ കഴിയുന്നു അറിയണ്ടേ? നമുക്കൊന്ന് നൈനിറ്റാളിൽ പോയാലെന്താ? പോകുന്നതിലൊന്നുമില്ല, സമയമില്ലെന്നേ ഉള്ളൂ. തൽക്കാലത്തേക്ക് വേണമെങ്കിൽ ശിശുപാലനൊന്ന് അയച്ചു നോക്കാം. ശിശുപാലൻ എന്ത് പറയുന്നു? ഇവൻ പോയിട്ട് എന്താ കാര്യം? അല്ല, അവന്റെ നടപ്പ് നേർവിക്കാണോ എന്നൊക്കെ ഒന്ന് അറിയാമല്ലോ. നമ്മൾ നേരിട്ട് പോയാൽ അവൻ പിടിതരില്ല. നടപ്പ് കണ്ടുപിടിക്കുന്ന ആളെ കൊള്ളാം. പറ്റിയ പാർട്ടിയാ. എന്താന്നാ നോക്കുന്നത്? പോയി ഒരുങ്ങിക്കോ. അങ്ങനെ വന്നിട്ട് ഇതാരെ ശിശുപാലനോ? വെള്ളം വെള്ളം. എന്റെ അമ്മച്ചോ, ചേടാ നീ തീയും വെള്ളം ഒരുമിച്ച് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ആ നീ വാ, സമാധാനം ഉണ്ടാക്കാം. പാടാ, സമാധാനം ഉണ്ടാക്കും. എന്റെ അമ്മച്ചിയോ, എന്തൊരു തണുപ്പ്. എന്ത് വന്നാലും ശരി, ഞാൻ ഹീറ്ററിന്ന് മാറിയില്ലേ. ആ ഇക്കണക്കിന് നീ ഇവിടെ കിടന്ന് കുഴയുന്ന ലക്ഷണമുണ്ട്. വാസ്തവം വാസ്തവം, ശരിക്കും ഒന്ന് കുഴയുന്ന ലക്ഷണമുണ്ട്. ഒരു വേണ്ടാത്ത വേലയായിപ്പോയി. ഒരബദ്ധത്തിൽ വന്ന് ചാടിയത് പോലെ തോന്നൽ. എങ്കിൽ പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് പോകുന്നത്? സോമനസാലെ പോകുന്നതല്ലെന്നേ. മോഹൻ വഴിതെറ്റി നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി കൊച്ചേട്ടന് പ്രിയ ചേച്ചി എന്നെ നിർബന്ധിച്ചയച്ചതല്ലേ. എന്തിനയച്ചെന്നാ പറഞ്ഞത്? മോഹൻ തെറ്റായ വഴിയിൽ കൂടി നടക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ നേരായ വഴി കാണിച്ചു തരണം. അതാണ് എന്റെ കടമ. അതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. മനസ്സിലായോ? അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായേ? സന്തോഷം. നമുക്കിവിടെ ഇരിക്കാം. ആരുടെ ശല്യം ഉണ്ടാവില്ല. ഓക്കെ? എന്താടാ? ആ ഫ്രണ്ടിലിരിക്കുന്നതാണ് സന്ധ്യ. എങ്ങനെയുണ്ടാ? ഇത് കൊള്ളാമല്ലോ. ഒരു ഹിന്ദുസ്ഥാന്റെ സ്റ്റൈലുണ്ടല്ലോ. സ്റ്റൈലൊക്കെ ഉണ്ട്, പക്ഷെ ഒന്ന് അടുക്കാനാ പ്രയാസം. ഒരു രക്ഷയില്ല. രക്ഷയൊക്കെ ഉണ്ടാക്കാം. നീ ഒരു കാര്യം ചെയ്യും, ധൈര്യമായി ചെന്ന് അവളുടെ അടുത്തിരിക്കും. എന്നിട്ട് അവളുടെ മുഖത്ത് നോക്കി മനോഹരമായ ഒരു കോണിന് തിരിച്ചവളും ചിരിക്കും. സംഗതി ഓക്കെ. എടാ, അവള് ചിരിച്ചില്ലെങ്കിലോ? വേണ്ടടാ. എടാ, പോയാൽ ആഫ്റ്റർ ഓൾ ഒരു ചിരി വന്നാലോ? സംഗതി ഓക്കെ. പോടാ, ധൈര്യമായിട്ട് പോടാ. ചെല്ലടാ. ഹലോ സന്ധ്യ. ഹലോ. ഞാനൊന്ന് ഇവിടെ ഇരുന്നോട്ടെ? അതിനെന്താ, ഇരിക്കാമല്ലോ. വരൂ, നമുക്ക് പോകാം. മോഹൻ ഇവിടെ ഇരുന്നോട്ടെ. എടാ, ഹൗ ഇസ് മൈ ഐഡിയ? ഇങ്ങനെ ചവിട്ടല്ലേ, ഞാൻ ചത്തു. അവളിലേക്ക് പോയില്ലേ? അവിടെ നിന്നിരുന്നെങ്കിൽ നോക്കിയെങ്കിലും രസിക്കാമായിരുന്നു. നീ വിഷമിക്കാതടാ. ഇനി 100 ഐഡിയ ഇടക്കില്ലേ, നമുക്ക് ഓരോന്നായിട്ട് ഇറക്കാന്ന്. നിന്റെ ഒടുക്കത്തെ ഒരു ഐഡിയ. അപ്പൊ ഞാൻ വരട്ടെ. ഏതായാലും ഇനി ഈ ജോലി നിർത്തണം. എന്തോ പേടിയാണ്? പേടിയായിട്ടൊന്നുമല്ല, തറയിൽ നിന്നുള്ള ജോലിയൊക്കെ മതി. ആ ഹെലികോപ്റ്ററും വിൽക്കണം. അതെന്തിന്? ഞാൻ എയർഫോഴ്സിലായിരുന്നപ്പോഴേ ഹെലികോപ്റ്ററിന്റെ പൈലറ്റ് ആയിരുന്നില്ലേ? സർവീസിൽ നിന്നും പിരിഞ്ഞതിന് ശേഷം എനിക്ക് അറിയാവുന്നൊരു ജോലി ചെയ്യുന്നു. അല്ലാതെന്താ? അപകടം അത് ഭൂമിയിലും ആകാശത്തും ഒരുപോലെ തന്നെ. അപ്പൊ ഞാൻ വരട്ടെ.
एक हाथ में फूल, एक हाथ में सिगरेट. नैनीताल इज नैनीताल. अच्छा नैनीताल. എന്തോന്നാ ഇത്? കോണിഫ്രസ് പൂവിന്റെ മണവും പുകയുടെ ഗന്ധവും. പൂവും പുകയുമില്ലാത്ത ജീവിതം എന്തൊരു ജീവിതമാണ്. വാട്ട് ബഡി ലൈഫ് ലൈക്ക് ദിസ്. അതൊക്കെ ഇരിക്കട്ടെ. ഇവിടെ നല്ല ഒന്നാം തരം ഒരു പ്രോഗ്രാം ഉണ്ട്. ഹോളിഡേ ഓൺ ഐസ്. എന്തോ എന്തോന്ന് ഹോളിഡേ ഓൺ ഐസ്. ഐസിൽ ഒരു 70 ദിവസം. മനസ്സിലായില്ലേ? ആ ഹോളിഡേ എങ്കിൽ ഹോളിഡേ, ഐസ് എങ്കിൽ ഐസ്, ഒഴിവെങ്കിൽ ഒഴിവ്. അതിരിക്കട്ടെ, ഒരു സംശയം. എന്നെ കൂട്ടിക്കൊണ്ടുപോയി അത് ഇപ്പൊ തന്നെ കാണിക്കും നിനക്കെന്താ ഇത്ര നിർബന്ധം? അതൊന്നുമല്ല, നീ നൈനിറ്റാൾ വന്ന സ്ഥിതിക്ക് നിന്നെ കൊണ്ടുപോയി ഇതൊക്കെ കാണിച്ചില്ലെങ്കിൽ പോരായ്മ അല്ലേടാ. അത് കള, ഞാനിതത്ര കണ്ടതാ. സന്ധ്യ അവിടെ എങ്ങാനും കാണും, നിനക്ക് അവളെ കാണണം, ഒരു കൂട്ടിന് ഞാനും. അതല്ലേടാ? അതല്ലടാ ശിശു, അവള് പോകുന്നുണ്ടെന്ന് കൂട്ടുകാരോട് പറയുന്നത് ഞങ്ങൾക്ക്. അങ്ങനെ വഴിക്ക് വാടാ. എന്നാൽ ഈ കോണിഫറൻസ് പൂവിനൊരു മണമേ. കോണിഫറസിന് പൂവും കായൊന്നും ഇല്ല. നീ വാ. Hello, sir. How are you? Fine. Who's this gentleman? He is Mr. Sichubalan. Oh, glad to meet Hello. you. Glad to meet you. കടല വേണോ? കടല? പിന്നെ തരൂ. ആ. താങ്ക്സ്. വരട്ടെ. ബൈ ബൈ. ഇതിന്റെയൊക്കെ അർത്ഥം എന്തോന്നാണ്? മനസ്സിലായില്ലേ? ഇല്ല. അതാ എനിക്ക് മനസ്സിലാവാത്തത്. ആഹാ. ഇത് എവിടത്തെ മര്യാദ? രാജസ്ഥാനിലെ മര്യാദയായിരിക്കും. അവൾ രാജസ്ഥാൻകാരിയാണ്. ഈ മലയാളി പെണ്ണ് എന്താ മലയാളികൾക്ക് രാജസ്ഥാനിൽ താമസിച്ചൂടെ?